ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കാണ് ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബയാസിംഗ് BJT സ്വിച്ചിങ് സർക്യൂട്ട്സ്. നമുക്കറിയാം, ഒരു സ്വിച്ച് എന്ന് വെച്ചാൽ അതിനൊരു ഇൻപുട്ട് നൽകുന്ന സമയത്ത് അത് ഇനീഷ്യലി ഓഫ് സ്റ്റേറ്റിലാണ് കിടക്കുന്നതെങ്കിൽ അത് ഓൺ സ്റ്റേറ്റിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഇനീഷ്യലി ഓൺ സ്റ്റേറ്റിലാണ് ഉള്ളതെങ്കിൽ ഇൻപുട്ട് വരുമ്പോൾ അത് ഓഫ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഇങ്ങനെയുള്ള ഒരു ഡിവൈസിനെയാണ് നമ്മൾ സ്വിച്ചസ് എന്ന് വിളിക്കുന്നത്. ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്വിച്ചിങ് സർക്യൂട്ടുകൾ ഉണ്ടാക്കാവുന്നതാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് കപ്പിൾഡ് സ്വിച്ചിങ് സർക്യൂട്ട്. വെൻ എ ട്രാൻസിസ്റ്റർ ഈസ് യൂസ്ഡ് ആസ് എ സ്വിച്ച്, ഇറ്റ് ഈസ് എയ്തർ ബയാസ്ഡ് ഓഫ് ടു IC equal to 0 ഓർ ബയാസ്ഡ് ഓൺ ടു ഇറ്റ്സ് മാക്സിമം കളക്ടർ കറന്റ് ലെവൽ. ട്രാൻസിസ്റ്ററിന് ഈ സ്വിച്ചിങ് സർക്യൂട്ടിൽ രണ്ട് സ്റ്റേറ്റുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് ഓഫ് സ്റ്റേറ്റ്. ഓഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ IC equal to 0 എന്നുള്ള സ്റ്റേറ്റ്. കൂടാതെ തന്നെ ഓൺ സ്റ്റേറ്റ്, ആ ഓൺ സ്റ്റേറ്റിൽ കളക്ടർ കറന്റ് മാക്സിമം ആയിരിക്കും. ഈ രണ്ട് സ്റ്റേറ്റുകൾ ഈ രണ്ട് ഫിഗറിലായിട്ട് കാണിച്ചിട്ടുണ്ട്. വെൻ ഇൻപുട്ട് സിഗ്നൽ ഈസ് 0 ഓർ നെഗറ്റീവ്, ഇൻപുട്ട് സിഗ്നൽ നെഗറ്റീവോ 0 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സർക്യൂട്ട് നമ്മൾ ബയാസ് ചെയ്തിരിക്കുന്നത് IC equal to 0 എന്നുള്ള ഒരു ലെവലിലായിരിക്കും. അപ്പോൾ സിഗ്നൽ നെഗറ്റീവ് ആവുന്ന സമയത്ത് the current through the RB, that is IB, will be 0. Then IC also will be 0 because IC equal to HFE into IB ആണ്. അതുകൊണ്ട് തന്നെ IC 0 ആവുന്നു. Then voltage drop across this resistor RC will be 0 because IC RC equal to 0. Then the biasing voltage VCC will be equal to this voltage VCE. And that state is called off state. ഇൻപുട്ടിൽ നെഗറ്റീവ് സിഗ്നൽ ആണുള്ളത്, നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്ന ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് 0 ആയിട്ടിരിക്കുന്നു. അതായത് ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലാണുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ സിഗ്നൽ പോസിറ്റീവ് വരികയാണ്. അതായത് സിഗ്നൽ വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് IB will be some amount of IB will be there and the transistor will be conductive. Then IC also will be there because IB into HFE will be equal to IC. Therefore, voltage drop across this resistor RC will be ICRC, and you will be biasing circuit in such a way that ICRC will be equal to VCC. നമ്മൾ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ICRC equal to VCC എന്നുള്ള ഒരു വോൾട്ടേജ് നമുക്ക് RCക്ക് അക്രോസ് ആയിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കും. അങ്ങനെ അപ്പോൾ ICRC equal to VCC എന്നുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇതിന് അക്രോസ് ആയിട്ട് വരികയാണെങ്കിൽ VCC ഒബ്വിയസ്ലി 0 ആയിട്ട് മാറേണ്ടി വരും. അപ്പോൾ ഓൺ സ്റ്റേറ്റ് എന്ന് വരുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ്. ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺ സ്റ്റേറ്റ് കിട്ടുന്നു, ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഓഫ് സ്റ്റേറ്റ് കിട്ടുന്നു. അതായത് ഈ സ്വിച്ചിന്, ഈ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കണ്ടീഷൻസ് മാത്രമാണ് ഉള്ളത്, ഒരു ഓൺ സ്റ്റേറ്റും ഒരു ഓഫ് സ്റ്റേറ്റും. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റുകൾ മാത്രം ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനൊരു സ്വിച്ചിങ് സർക്യൂട്ട് എന്ന് പറയാം. ഇൻപുട്ടിൽ എപ്പോഴൊക്കെ വോൾട്ടേജ് ഇല്ലാതിരിക്കുന്നു അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഇൻപുട്ടിൽ വോൾട്ടേജ് വരുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും, ഒരു ഔട്ട്പുട്ട് വോൾട്ടേജ് ഇവിടെ ഡ്രോപ്പ് ആവുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഓൺ സ്റ്റേറ്റിലേക്ക് സ്വിച്ച് മാറുന്നതായിരിക്കും. നോട്ട് ദാറ്റ് the circuit in figure 5.3, that is this figure, is termed as a direct coupled switching circuit because the signal source is directly connected to the circuit. നമ്മൾ ഈ രണ്ട് സർക്യൂട്ടുകളെ വിളിക്കുന്നത് ഡയറക്റ്റ് കപ്പിൾഡ് സ്വിച്ചിങ് സർക്യൂട്ട് എന്നാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിഗ്നൽ ഡയറക്റ്റ് ആയിട്ട് ഈ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുക എന്നുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും കപ്പാസിറ്റർ കപ്പിൾഡ് സ്വിച്ചിങ് സർക്യൂട്ട്. ആ സർക്യൂട്ടിനകത്ത് നമ്മൾ ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ സിഗ്നലിനെ കണക്ട് ചെയ്യുന്നത്. ഇൻ ഫിഗർ 5.53, the negative polarity of the base input voltage biases the transistor Q1 off. നമ്മൾ ഈ ട്രാൻസിസ്റ്ററിനെ Q1 എന്നാണ് ഇതിൽ നെയിം ചെയ്തിരിക്കുന്നത്. സ്വിച്ചിങ് സർക്യൂട്ടിൽ നെഗറ്റീവ് പോളാരിറ്റി വരുന്ന സമയത്തൊക്കെ എന്തായിരിക്കും, ട്രാൻസിസ്റ്റർ, അതായത് സിഗ്നൽ നെഗറ്റീവ്, VS എന്ന് പറഞ്ഞ സിഗ്നലാണ്, ആ സിഗ്നൽ നെഗറ്റീവ് പോളാരിറ്റി വരുന്ന സമയത്ത് ട്രാൻസിസ്റ്റർ ഓഫ് ആയിരിക്കും. ഇൻ ദിസ് കേസ് ദ ഓൺലി കറണ്ട് ഫ്ലോയിങ് ഇസ് ദ കളക്ടർ ബേസ് ലീക്കേജ് കറണ്ട്. ഈ ലീക്കേജ് കറണ്ട് നമുക്ക് നെഗ്ലിജിബിളി സ്മോൾ ആണെന്ന് എടുക്കാം.
അപ്പോൾ പിന്നെ നമുക്ക് IC will be 0. Then for this circuit we can apply Kirchhoff voltage rule. Then VCE will be equal to VCC minus ICRC, and when IC equal to 0 we can say that VCE equal to VCC. That is this condition. And in figure 5.53b, that is this image, Vs is positive and it biases the transistor Q1 on to the maximum possible IC level. IC ന്റെ വാല്യൂ മാക്സിമം ആവുന്ന രീതിയിൽ നമ്മൾ ഇതിനെ ബയാസ് ചെയ്യുന്നതായിരിക്കും. Then the collector current is limited only by the collector supply voltage VCC and the collector resistor RC. Therefore, this voltage drop will be 0 and ICRC will be equal to VCC. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി നമ്മളിതിന്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മളൊരു RC ഈക്വൽ ടു 1 കിലോ ഓം എന്നുള്ള ഒരു DC ലോഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സിൽ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ 3 റീജിയൻസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തത് IC 0 ആയിട്ടുള്ള റീജിയൻ. ആ റീജിയനെ നമ്മൾ കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത്. അതായത് ട്രാൻസിസ്റ്റർ കണ്ടക്ട് ചെയ്യുന്നില്ല. അത് when IB equal to 0, IC will be 0. That means the transistor is in the cut-off region. That is the off state of this circuit. And when IC is maximum, that is saturation region, the transistor will be conducting, and that region is called saturation region. Then VCE is called VCE saturation. Here there is a load line is drawn which is corresponding to a resistor of RC equal to 1 kilo ohm. 1 kilo ohm റെസിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ലോഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ വരച്ചിരിക്കുന്ന ഇതാണ് ഒരു 2 കിലോ ഓമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ലൈൻ. ഇനി നോക്കുക, ഈ രണ്ട് റീജിയനും ഇടയിലുള്ള ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്റ്റീവ് റീജിയൻ എന്ന് വിളിക്കുന്നത്. സാധാരണ ഇതിൽ നമ്മളൊരു ആംപ്ലിഫയർ സർക്യൂട്ടിൽ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ആക്റ്റീവ് റീജിയനിലായിരിക്കും നമ്മുടെ സർക്യൂട്ടിന്റെ ബയാസിങ് കണ്ടീഷൻ. പക്ഷേ ഈ സ്വിച്ചിങ് സർക്യൂട്ടിൽ നോക്കുക, നമ്മുടെ ബയാസിങ് കണ്ടീഷൻസ് രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഒന്ന് VC സാച്ചുറേഷൻ ആവുന്ന ഒരു റീജിയൻ, അതുകൂടാതെ IC 0 ആവുന്ന ഒരു കണ്ടീഷൻ. ഈ രണ്ട് പോയിന്റുകളിലായിരിക്കും നമ്മൾ ട്രാൻസിസ്റ്ററിനെ ബയാസ് ചെയ്യുന്നത്. The 1 kilo ohm load line shows that when IB equal to 0, IC close to 0. ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ഈ ലോഡ് ലൈനിൽ IB 0 ആണെങ്കിൽ IC 0 ആയിരിക്കും, which is equal to ICB ആയിരിക്കും. ICB എന്ന് വെച്ചാൽ നമ്മുടെ ലീക്കേജ് കറണ്ട് ആണ്, which is very small. At this point, the transistor is said to be cut off. The region of this characteristics below IB is termed as the cut off region. IB equal to 0 എന്നുള്ള ഈ ക്യാരക്ടറിസ്റ്റിക്സിന് താഴെയുള്ള റീജിയൻ ആണ് കട്ട് ഓഫ് റീജിയൻ എന്ന് വിളിക്കുന്നത്. ആ റീജിയനിലാണ് നമ്മുടെ ഓഫ് സ്റ്റേറ്റ് ബയാസ് ചെയ്യുന്നത്. പിന്നെ അടുത്തായിട്ട് when IC is at its maximum level, അതായത് IC maximum level വരുന്നത് ഇവിടെയാണ്. The transistor is said to be saturated and the collector emitter voltage is saturation voltage VCE. IC മാക്സിമം ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ സാച്ചുറേഷൻ എന്ന് വിളിക്കുന്നത്. Then VCE will be equal to VCE saturation. The region of the transistor characteristics at VCE saturation is termed as the saturation region. ഈ ഒരു region നമ്മൾ saturation region. The region between saturation and cutoff region is the active region, which is where transistor is normally biased for amplification. Amplification വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവ് റീജിയൻ എന്നുള്ള ഈ റീജിയനിലാണ് നമ്മൾ ബയാസ് ചെയ്യുന്നത്. From the load line, it is seen that VC is independent upon the IC level.
വി സി സാച്ചുറേഷൻ എന്താണ്, അത് ഐ സിയുമായിട്ട് ഡിപ്പെൻഡൻസ് ഒന്നും തന്നെ കാണിക്കുന്നില്ല. ഇനി നോക്കുക, ഈ സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഐ ബി കോൺസ്റ്റന്റ് ആയിരിക്കും. എന്താന്ന് വെച്ചാൽ ഇവിടെ വി ബി ഒരു കോൺസ്റ്റന്റ് ആണ്. വി ബി നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം കോൺസ്റ്റന്റ് ആണ്. ആർ ബി കോൺസ്റ്റന്റ് ആണ്. ഇനി വി എസ് എന്ന് പറയുന്ന ഇതും സിഗ്നൽ വോൾട്ടേജ് ആണ്, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഐ ബി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐ സിയും കോൺസ്റ്റന്റ് ആയിരിക്കും, വിച്ച് ഈസ് റിലേറ്റഡ് ബൈ ഐ സി ഈക്വൽ ടു എച്ച് എഫ് ഇ ഇൻറ്റു ഐ ബി ആണ്. The collector current can be determined from the equation 5.25. That is, previously we discussed that equation. That is this equation. Using this equation, we can calculate the IC. ഒരു ട്രാൻസിസ്റ്റർ പിന്നെ സാച്ചുറേഷനിലേക്ക് പോകാനുള്ള മിനിമം എച്ച് എഫ് ഇ വാല്യൂസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എച്ച് എഫ് ഇ, അതിന് നമ്മൾ എച്ച് എഫ് ഇ 1 എന്ന് വിളിക്കുകയാണ്. അപ്പൊ എച്ച് എഫ് ഇ 1 ഈക്വൽ ടു ഐ സി ഡിവൈഡ് ബൈ ഐ ബി ആണ്. If the transistor HFE value is less than the calculated HFE1, HFE1 എന്ന് ഉദ്ദേശിക്കുന്നത് മിനിമം HFE value required to saturate the circuit ആണ്. If the transistor HFE value is less than the calculated HFE1 value, IC will be lower than the level required for the transistor saturation. നമ്മുടെ മിനിമം HFE-നേക്കാളും താഴെയാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ HFE എങ്കിൽ നമ്മുടെ IC-ന്റെ വാല്യൂ saturation ലെവലിനേക്കാളും താഴെയായിരിക്കും. If the actual HFE of the transistor is greater than the calculated HFE1, IC tends to be greater than the current level required to saturate the transistor. നമ്മുടെ HFE 1-നേക്കാളും കൂടുതലാണ് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ HFE എങ്കിൽ കുഴപ്പമില്ല, അത് നമ്മുടെ IC അതിനേക്കാളും കൂടുതലായിരിക്കും. പക്ഷെ IC cannot exceed VCC by RC. IC can be found by this equation VCC by RC. അതുകൊണ്ട് തന്നെ ഐ സിന്റെ വാല്യൂ ഒരിക്കലും വി സി സി ബൈ ആർ സി എന്നുള്ള ഒരു വാല്യൂനേക്കാളും മുകളിൽ പോയില്ല. അതുകൊണ്ട് തന്നെ എച്ച് എഫ് ഇ വാല്യൂ HFE 1-നേക്കാളും കൂടുതലായാലും നമ്മുടെ സർക്യൂട്ടിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ HFE വാല്യൂ HFE 1 എന്നുള്ള HFE മിനിമം വാല്യൂ HFE-നേക്കാളും താഴെയാണെങ്കിൽ അത് സർക്യൂട്ടിന്റെ കണ്ടീഷൻസിനെ ബാധിക്കുന്നതായിരിക്കും, അത് സാച്ചുറേഷനിലേക്ക് പോവില്ല. ആൻഡ് ഫോർ ടിപ്പിക്കലി വി സി ഈസ് 0.2 volt for a low current silicon transistor, while VB is normally 0.7 volt. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിന്, സ്വിച്ചിങ് സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം വി സി 0.2 വോൾട്ട് ആയിട്ടും നമ്മൾ വി ബി 0.7 വോൾട്ട് ആയിട്ടാണ് എടുക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വിച്ചിങ് സർക്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്.